Hi, welcome back. ഇന്ന് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്യാം. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ പുറത്ത് പോയി ഐസ്ക്രീം വാങ്ങിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുക. ചുരുങ്ങിയ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ കുട്ടികൾ കുറച്ച് ദിവസമായി പറയുന്നത് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തില്ല. ഏതെടുത്താലും കുഴപ്പമില്ല. ഒന്നുകൂടെ ടേസ്റ്റി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്താലും മതി. ഇതും നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു പുട്ടും കുറ്റിയിലേക്ക് 1 കപ്പ് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ. ഞാൻ ബാക്കിയുള്ളത് പിന്നെ ഐസ്ക്രീം ആക്കി സെറ്റ് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പൊക്കെ മതിയാവും ഒരു കുറ്റിയിലേക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് സ്റ്റിഫാക്കി എടുക്കാം. അപ്പോൾ നല്ല ഓവർ സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് കേക്കിനൊക്കെ ബീറ്റ് ചെയ്യൂലേ, അത്ര തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണ്ട കേട്ടോ. നമുക്കൊരു കുറച്ചൊക്കെ ലൂസിലാണ് നമുക്ക് ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി വേണ്ടത്. എന്നാലും അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കറക്റ്റായിട്ട് ആ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണോ വേണ്ടത് ആ രീതിയിൽ ഓരോ ഫ്ലേവറാക്കി നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഐസ്ക്രീമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചിക്കു ആണെന്നുണ്ടെങ്കിൽ ചിക്കു ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഞാനിത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോ ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റാം. എത്ര ഫ്ലേവറാണോ നമുക്ക് വേണ്ടത് ആ രീതിയിലൊന്ന് മാറ്റിയെടുക്കാം. ഞാനിത് ഇങ്ങനെ ഈ ഒരു ബൗളിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്ര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല നമ്മുടെ ഈ ഒരു ക്രീം ഇരിക്കുന്നത്. കുറച്ചൊക്കെ ലൂസിലാണല്ലോ. അങ്ങനെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നല്ല സ്റ്റിഫാക്കി എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3 ബൗളിൽ വേറെ മാറ്റി വെച്ച് പിന്നെ 4ാമത്തെ ബൗളിൽ അതുകൊണ്ട് അപ്പോൾ ഞാൻ 4 ഫ്ലേവറിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ ആദ്യം. പിന്നെ എൻ്റെ പുട്ടുകുറ്റിയിൽ ഞാൻ ഇട്ട് വന്നപ്പോഴേക്കും അത് 3 ഫ്ലേവർ അതിൽ കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ലെയേഴ്സൊക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ലെയേഴ്സായിട്ട് ചെയ്യാം. കുറച്ച് വലിയ ലെയേഴ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ 3 ലെയേഴ്സ് ആയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നിൽ ഞാൻ സ്ട്രോബെറി മിക്സ് ഉണ്ടല്ലോ, സ്ട്രോബെറിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്നിൽ ഞാൻ ടൈഗറിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ, എല്ലാം ടൈഗറിൻ്റെ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ടൈഗറിൻ്റെ മാംഗോ എസെൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. മാംഗോ മിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഒന്ന് യെല്ലോ കളറും ഒന്ന് ഗ്രീൻ കളറും ഒന്ന് പിങ്ക് കളർ ആ ഷെയ്ഡിലാണ് കിട്ടുക. ഒന്ന് പിസ്തയുടെ എസെൻസ് ആണ് ഒന്നിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 3 ഫ്ലേവറിലാണ് ചെയ്തത്. പിന്നെ ആ വൈറ്റിൽ ഞാൻ പിന്നെ വാനില എസെൻസ് ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അത് എനിക്ക് പുട്ട് ഐസ്ക്രീമിലേക്ക് ആഡ് ചെയ്ത് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ ചുമ്മാ അങ്ങനെ ചെയ്തു. പിന്നെ അത് ഞാൻ വേറെ ഐസ്ക്രീമാക്കി സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. എന്തായാലും ഇത്രയും ക്വാണ്ടിറ്റി എന്തായാലും ഒരു കുറ്റി പുട്ടിലേക്ക് വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒന്ന് പിങ്ക്, ഒന്ന് യെല്ലോ, ഒന്ന് ഗ്രീൻ, അങ്ങനെ 3 ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് പിന്നെ വാനില ഫ്ലേവർ, പ്രത്യേകിച്ച് ഇത് നോർമലായിട്ടുള്ള വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഐസ്ക്രീം ഒന്നും ഓവർ ലൂസൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കി എടുക്കേണ്ടെന്നും ആവശ്യമില്ല. നല്ലതായിട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഓരോ ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് തേങ്ങക്ക് പകരം ഇടാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ബദാമും പിസ്തയും അതുപോലെ ഉണക്കമുന്തിരിയാണ്. ഇപ്പോൾ കറുത്ത ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ ഞാൻ കറുത്ത ഇത് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്കോ സ്പ്രിങ്കിൾസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ ആയിട്ട് ഒരു ബ്ലാക്ക് കളർ കൂടെ വന്നിട്ട് ഞാൻ വെച്ചിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അതുപോലെ നിലക്കടലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരൈറ്റം കൂടെ ചേർക്കാനുണ്ടായിരുന്നു. ഞാൻ വിട്ടുപോയതായിരുന്നു, ടൂട്ടി ഫ്രൂട്ടി കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്കായത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണത്. നമ്മുടെ പുതിയ ചാനലായ റിമാമി ബേക്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം അല്ലേ, ഐസ്ക്രീം പുട്ട് ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില്ലൊക്കെ ഇട്ട് കൊടുത്തോട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് തേങ്ങക്ക് പകരമായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് അതിലേക്ക് കുറച്ചൊന്ന് അടിയിൽ കുറച്ചധികം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐസ്ക്രീം ഒലിച്ച് താഴേക്ക് ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് പോകാതിരിക്കുക, ആ ഹോള് നന്നായിട്ട് അടക്കുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഏത് ഫ്ലേവറാണോ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീമും ആയി. അപ്പോൾ അത് ഇതിലേക്ക് നല്ല വൃത്തിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. സൈഡിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വൃത്തിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂണ് ക്രീം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ലെയറാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ലെയറായിട്ടൊക്കെ ഈ പുട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പുട്ട് കുത്തുന്ന അത് വെച്ചിട്ട് തന്നെ ആ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഐസ്ക്രീം എല്ലാ ഭാഗത്തേക്കും എത്തില്ല. അപ്പോൾ ചില ഭാഗത്ത് ഇങ്ങനെ ഹോള് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുത്തിയിട്ട് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങ ഇടുന്ന പോലെ നമ്മുടെ ആ ഒരു മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ലെയർ ഐസ്ക്രീം, അടുത്ത ഫ്ലേവർ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇത് ചേർത്തതിന് ശേഷം അടുത്ത ഫ്ലേവർ അതുപോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 3 ലെയേഴ്സ്. ഇപ്പോൾ ഞാൻ 4 ലെയേഴ്സ് ആക്കണം എന്ന് വിചാരിച്ചിരുന്നല്ലോ. പിന്നെ ഞാൻ 3 ലെയേഴ്സ് ആക്കിയപ്പോൾ തന്നെ പുട്ടുകുറ്റി നിറഞ്ഞു. അപ്പോൾ പിന്നെ 3 ലെയേഴ്സിലാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ സ്ട്രോബെറിയുടെ ഐസ്ക്രീമും 3rd ലെയർ മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീമും അങ്ങനെയായിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ പിസ്സയുടെ ഫ്ലേവറിലുള്ളതും അങ്ങനെ 3 ലെയറായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എല്ലാ ലെയർ വയ്ക്കുമ്പോഴും ഇതുപോലെ ഒന്ന് കുത്തി ലെവലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലെയർ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഒരു മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് അവിടെ നിന്നോട്ടെ. നമുക്ക് ഇനി ഇതിനൊരു പട്ടുമെത്ത ഇരിക്കാനുണ്ടല്ലോ, അതിലല്ലേ നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഈ പുട്ടിനെ നമ്മൾ എന്താ പറയുക കുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ മാറ്റി വെക്കാം. അതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. സൈഡിലൂടെ അപ്പോൾ അടിയിലൂടെ വീഴുന്നുള്ള പേടിയൊന്നും ഇല്ല കേട്ടോ. ആ അടിയിൽ കുറച്ച് അധികം തന്നെ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. ഒരു 5 മണിക്കൂറാണ് കേട്ടോ ഞാനിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു നോക്കാം. പിന്നെ ബാക്കിയുള്ള ഐസ്ക്രീമുകളെല്ലാം കൂടെ ഞാൻ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെക്കുന്നത്. വാനിലയും മാംഗോ ഫ്ലേവറും പിസ്ത ഫ്ലേവറും സ്ട്രോബെറി ഫ്ലേവറും എല്ലാം കൂടെ ഒരു ബോക്സിലാക്കിയിട്ടാണ് ഞാനത് അടച്ചു വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഫ്രീസറിൽ സെറ്റാകാൻ വേണ്ടി വെക്കുക. ആദ്യം വാനില എസൻസ് ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക അടച്ച്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് ഐസ്ക്രീം ആക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 2 പുട്ടും കുറ്റിയിൽ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ 2 പുട്ട് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാനുള്ള ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. 1 കപ്പ് വെച്ച് ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പോ 3/4 കപ്പോ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്താലും മതി. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഞാനിതേ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിലൊന്നും എല്ലാ ഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടച്ചു വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഇതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതിനും ഒരു ക്രഞ്ചി ഫീൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതും അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി. ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിന് പുട്ട് കുത്തുന്ന സമയത്ത് വെക്കാൻ വേറെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് 5 or 6 അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫുള്ളായിട്ടൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി ഞാനിത് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഐസ്ക്രീം വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുകൊണ്ടോ. ഇന്ന് നമ്മുടെ പുട്ടും കുറ്റി കുത്തിയിട്ടില്ല, അത് കുത്തണം. അപ്പോൾ ഇതാദ്യം ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരികയാണ്. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ പുട്ടും കുറ്റിയെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുത്തി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ ഞാൻ ഇവിടെ റെഡിയായി പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോൺഫ്ലേക്സും നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുത്തുന്ന സമയത്ത് അത് മെൽറ്റായിട്ടുണ്ടാവുമോ, അത് കുത്തിയാൽ കറക്റ്റായിട്ട് വരില്ലേ എന്നൊക്കെ. പക്ഷേ അപ്പോൾ നല്ല സക്സസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവരിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് നമുക്കും പുട്ട് ഐസ്ക്രീം കഴിക്കാൻ കടയിൽ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടാക്കി തരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയതായിരുന്നു. അപ്പോൾ അവരും ഇത് കണ്ട ഉടനെ തന്നെ വന്നിട്ട് പുട്ട് ഐസ്ക്രീം കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ചില്ല് ഒക്കെ ഞാൻ എടുത്ത് മാറ്റി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റി. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതൊന്ന്, അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്പൂൺ വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു അടിയിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ഫീൽ തന്നെയുണ്ട്. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ആയിട്ട് വിചാരിക്കുകയാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കി, കുട്ടികൾക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും താല്പര്യം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്